ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ KSRTC വൻ ലാഭത്തിൽ ഓടിക്കാൻ സാധിക്കും. ഈ വരുന്ന ജൂൺ 15 തിങ്കളാഴ്ച നമ്മുടെ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ പോവുകയാണ്. ഒരു നാട് അതിന്റെ സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്ന പരിഗണന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ ഇനീഷ്യേറ്റീവ് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. പക്ഷേ ഒരു ഡൗട്ട്, ഓൾറെഡി വലിയ കടങ്ങളുള്ള ഒരു സ്ഥാപനം, പലപ്പോഴും നഷ്ടത്തിലോടുന്ന ഒരു സ്ഥാപനം, പല കാലഘട്ടങ്ങളിലായിട്ട് അതിന്റെ എംപ്ലോയീസിന് കൃത്യമായി ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നില്ലാത്ത ഒരു സ്ഥാപനം, ഭൂരിഭാഗം കൺസ്യൂമേഴ്സും സ്ത്രീകളായിട്ടുള്ള ഒരു സ്ഥാപനം ഇതുപോലൊരു സബ്സിഡി പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന് വലിയ നഷ്ടങ്ങൾ സഹിക്കാനായിട്ട് വരും. ഈ നഷ്ടം സോൾവ് ചെയ്യാനായിട്ടുള്ള പണം അത് ഗവൺമെന്റ് തന്നെ ഇംബേഴ്സ് ചെയ്യേണ്ടത്. ഗവൺമെന്റിന് ആ പണം എവിടെ നിന്ന് കിട്ടുന്നു? പബ്ലിക്കിൽ നിന്ന്, നമ്മൾ ടാക്സ് പേയേഴ്സിന്റെ ടാക്സിൽ നിന്നും ഫീസിൽ നിന്നും ഫൈനിൽ നിന്നും ഒക്കെ തന്നെ. അതൊക്കെ പോട്ടെ, ബസ്സിലുണ്ടാവുന്ന ഓർഡിനറി ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾക്ക് കോമ്പറ്റീഷൻ ആയിട്ടാണ് ഓടാറുള്ളത്. ഈ ബസ്സുകൾ പോകുന്ന റൂട്ടിൽ 15 മിനിറ്റ് 30 മിനിറ്റ് അല്ല അതിൽ കൂടുതൽ സമയം ഇന്റർവെൽസിലാണ് ബസ്സുകൾ സഞ്ചരിക്കാറുള്ളത്. പെട്ടെന്ന് ജോലി സ്ഥലത്തേക്കൊക്കെ എത്തേണ്ട ആളുകൾ ആദ്യം കാണുന്ന ബസ്സുകളിൽ ഇടിച്ചു കയറാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ സൗകര്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ബസ്സുകളിലേക്ക് തള്ളിക്കയറാൻ വേണ്ടി. തിരക്കുള്ള ഒരു ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. അപ്പോൾ പല ആളുകളും തിരക്ക് കാരണം ഈ ബസ്സുകൾ അവോയ്ഡ് ചെയ്ത് പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങും, പ്രത്യേകിച്ച് പുരുഷൻ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വരേണ്ടിരുന്ന റവന്യൂ അത് പ്രൈവറ്റ് ബസ്സുകളിലേക്ക് വരും. ഫൈനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിനെ ഒക്കെ മാറ്റി നിർത്തിയാൽ പോലും തിരക്കുള്ള ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. അവിടെ ഇക്വാലിറ്റി ഒരു വലിയ കൺസേൺ ആണ്. എങ്കിലും പോട്ടെ, ഈ സബ്സിഡി പ്രോഗ്രാം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു തോട്ട് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ. KSRTC ബസ്സുകളിലെ ടിക്കറ്റിംഗ് സിസ്റ്റത്തെ ഒരു നെറ്റ്വർക്ക് ആക്കാം. ഒരു KSRTC യാത്ര പോലെ നമുക്കിത് ബ്രീഫ് ചെയ്യാം. നിങ്ങൾ ഒരു KSRTC ബസ്സിൽ ബോർഡ് ചെയ്യുന്നു, കണ്ടക്ടർ വരുന്നു. ഈ സിസ്റ്റത്തിനകത്ത് ടിക്കറ്റ് റേറ്റ് തീരുമാനിക്കുന്നത് ക്ലാസ് ഇന്റർവൽ ബേസിസിലാണ് അല്ലെങ്കിൽ ടൈം ബേസിസിലാണ്. അതായത് ഒരു 10 കിലോമീറ്റർ ടു 50 കിലോമീറ്റർ ഒരു ക്ലാസ്, ഒരേ റേറ്റ്. 10 കിലോമീറ്റർ നിർത്താലും 50 കിലോമീറ്റർ നിർത്താലും ഇതിനിടയിലുള്ള നിർത്താലും ഒരേ റേറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് ഉണ്ട്. അങ്ങനെ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഒരു 25 കിലോമീറ്റർ ആയപ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ആയപ്പോഴേക്കും നിങ്ങളുടെ ബസ്സിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തി, അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് നിങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി തിരക്കായിട്ട് ഇറങ്ങിയതാവും. ഇനി നിങ്ങൾ മറ്റൊരു KSRTC ബസ്സിൽ കയറുന്നു, കണ്ടക്ടർ വരുന്നു, നിങ്ങൾ ഈ പഴയ ടിക്കറ്റ് അദ്ദേഹത്തെ കാണിക്കുന്നു. അതിനകത്ത് ഒരു പാസഞ്ചർ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതിലും എളുപ്പം ഒരു QR കോഡാണ്. ഈ ടിക്കറ്റ് പ്രിന്റ് ചെയ്ത സമയത്ത് തന്നെ അത് എവിടെ വെച്ചെടുത്തു, ഏത് സമയത്തെടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ QR കോഡിനകത്ത് എൻക്രിപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ പുതിയ കണ്ടക്ടർക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ സാധിക്കും. കറന്റ്ലി ഉള്ള ലൊക്കേഷനും ടൈമും ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി എത്ര ബാലൻസ്, നിങ്ങളുടെ ആ ടെമ്പററി അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നുള്ളത്